ആരോഗ്യവകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് വ്യാജ അപ്പോയിൻമെന്റ് ലെറ്റർ തയ്യാറാക്കി അടൂർ മലമേക്കര സ്വദേശിയിൽ നിന്ന് 9 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 3 പേരെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആരോഗ്യവകുപ്പിൽ ക്ലർക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് അടൂർ സ്വദേശിനിയെ പ്രതികളായ അയ്യപ്പദാസും മുരുകദാസും സമീപിച്ചത്. ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ആളെന്ന് വിശ്വസിപ്പിച്ച് കൊല്ലം സ്വദേശി വിനോദ് ബാഹുലയനെ ഇവർ പരിചയപ്പെടുത്തി. 9 ലക്ഷം രൂപ വാങ്ങി വ്യാജ നിയമന ഉത്തരവും നൽകി. എന്നാൽ സംഗതി തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ യുവതി പോലീസിനെ സമീപിച്ചു. തുടർന്നാണ് വിനോദ് ഉൾപ്പെടെ 3 പേരെയും അറസ്റ്റ് ചെയ്തത്. ആരോഗ്യവകുപ്പിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി കുണ്ട്ര സ്വദേശിയായ ഒരാൾ 9 ലക്ഷത്തോളം രൂപ കൈപ്പറ്റി. അപ്പം അത് സ്ഥിര ജോലിയാണെന്നും മന്ത്രി അടക്കമുള്ളവർ അറിഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീയെ പറ്റിച്ചിട്ടാണ് ഈ പൈസ കൈക്കലാക്കുന്നത്. അപ്പം എൻ്റെ വിശ്വാസതയ്ക്കായിട്ട് ഈ സ്ത്രീക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററും തയ്യാറാക്കി കൊടുത്തു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററും തയ്യാറാക്കി കൊടുത്തു. ജോയിൻ ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞ് ജോയിൻ ചെയ്യേണ്ട, മിനിസ്റ്ററൊക്കെ മാറിയോട് ചെറിയൊരു പ്രശ്നമുണ്ട്, പിന്നീട് ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവരെ പറ്റിക്കുകയും ചെയ്തു. ആ ലെറ്റർ തിരിച്ചു വാങ്ങിച്ചു, ഒറിജിനൽ ലെറ്റർ തിരിച്ചു വാങ്ങിച്ചു. ഇതിനെ തുടർന്ന് നമുക്ക് അടൂർ പോലീസിൽ നമുക്ക് പരാതി കിട്ടി. പരാതിയുടെ ഭാഗത്ത് നമ്മൾ ആദ്യം ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയതിൽ ഇത് പക്ക ചീറ്റിംഗ് കേസാണെന്ന് പറഞ്ഞ് നമ്മൾ SP അജിത് സാറിൻ്റെ ശ്രദ്ധയപ്പെടുത്തി. സാർ ഇതൊരു പക്ക ചീറ്റിംഗ് കേസാണ്, ഇതായിട്ട് ഇമ്മീഡിയറ്റ് FIR രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അതും പ്രകാരം ഈ കേസിലേക്ക് FIR രജിസ്റ്റർ ചെയ്ത് ഈ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചാൽ പ്രതി 2021 കുണ്ട്ര നിയോജകമണ്ഡലത്തിൽ RJDയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ടോ? പിന്നെ RJD എന്ന് പറയുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അപ്പോൾ അതിൻ്റെ കുറേ പോസ്റ്ററും ഇതൊക്കെ ഈ വിദ്യാർത്ഥി ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ മത്സരിക്കുന്നുണ്ട്, അയാളുടെ രാഷ്ട്രീയ പിടിപാട് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. എനിക്ക് ഭയങ്കര പൊളിറ്റിക്സിൽ ഭയങ്കര പിടിപാടെന്ന് കാണിക്കാൻ വേണ്ടി ഇതെല്ലാം ഈ കുട്ടിക്ക് അയച്ചു കൊടുത്തു. പിന്നീട് കൃത്യമായിട്ട് വാട്സാപ്പ് മെസ്സേജൊക്കെ ജോലിയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വാട്സാപ്പ് മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് FIR രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞതോടുകൂടി അപ്പം ഈ കുട്ടിയെ കണക്ട് ചെയ്യാനായിട്ട് അല്ലാതെ 2 മുരുകദാസും അയ്യപ്പദാസ് എന്ന് പറഞ്ഞ 2 സഹോദരങ്ങളുണ്ട്. അവർ എടപ്പോൺ ഭാഗത്തുള്ളവരാണ്. അവരാണ് ഈ കുട്ടിയെ, ഇയാൾക്ക് പിന്നെ ഗവൺമെൻറ്റിലൊക്കെ സ്വാധീനമുള്ള വ്യക്തിയാണെന്നും ജോലി വാങ്ങിക്കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. മുരുകദാസ്, അയ്യപ്പദാസ്. ഒറിജിനൽ പ്രതിയുടെ പേര് പിന്നെ വിനോദ് എന്നുള്ള വ്യക്തിയാണ് ഈ രാഷ്ട്രീയക്കാരനായിട്ട് നിന്നതും ഈ ഇലക്ഷൻ മത്സരിച്ചതൊക്കെ. കേസ് രജിസ്റ്റർ ചെയ്ത് SP അജിത് സാറിൻ്റെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രതിയെ കണ്ടെത്താനായിട്ട് കേസ് എടുത്തു എന്ന് വിവരം കിട്ടിയതിനെ തുടർന്ന് ഇയാൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു. തുടർന്ന് നമ്മൾ വ്യാപകമായി അന്വേഷിച്ച് കുണ്ട്ര ഭാഗത്ത് ഇവർ ഉണ്ടെന്ന് രഹസ്യവിവരം കിട്ടി. കുണ്ട്ര ഭാഗത്തുനിന്ന് നമ്മൾ പ്രതികളെ കസ്റ്റഡി എടുക്കുകയായിരുന്നു. കസ്റ്റഡി എടുത്ത് അവരുടെ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തു. വിശദമായി ചോദ്യം ചെയ്തതിൽ സമാന രീതിയിൽ 15ഓളം പേരെ ഇത് ചീറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു കേസും കൂടെ നമ്മൾ ഇന്നിപ്പോൾ രജിസ്റ്റർ ചെയ്തു, അല്ലേ? ഒരു കേസും കൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഈ കുട്ടിയുടെ റിലേറ്റീവിൻ്റെ നിന്നാണ്. അത് കണ്ട് 10 ലക്ഷം രൂപയോളം അയാളുടെ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. പ്രതികളെ നമ്മൾ ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മറ്റ് 15ഓളം പേരുടെ കാര്യങ്ങൾ നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റു പരാതികൾ വരും. കൂടുതലും പറ്റിച്ചേക്കുന്നത് നൂർനാട്, എടപ്പോൺ ഭാഗത്താണ്. കുണ്ട്ര ഉണ്ടായിട്ട് നമ്മൾ സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ട്ര മണ്ഡലത്തിൽ RJD സ്ഥാനാർത്ഥിയായി വിനോദ് ബാഹുലയൻ മത്സരിച്ചതായി പോലീസ് പറയുന്നു. സർക്കാർ തലത്തിൽ സ്വാധീനമുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് ആളുകളെ കബളിപ്പിക്കുന്നത്. വിശ്വാസം പിടിച്ചുപറ്റാൻ പണം നൽകുന്നവരെ തിരുവനന്തപുരത്തെ സർക്കാർ ഓഫീസുകളിൽ ഉൾപ്പെടെ എത്തിച്ചാണ് തട്ടിപ്പാസൂത്രണം ചെയ്യുന്നത്. പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ നിന്ന് കൂടുതൽ പരാതികൾ വരുമെന്നാണ് പോലീസ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.